എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം എന്താ അറിയോ? കേരളത്തിലെ സെൽഫികൾക്ക് സൗദി അറേബ്യയിലെ സെൽഫികളുമായ ഒരു ബന്ധവുമില്ല. പോസ്റ്റിംഗാലി എന്ന് പറയുന്ന ഭർത്താനല്ല പറഞ്ഞ് കേരളത്തിലെ സെൽഫികളിൽ ഒരു സെൽഫി ഉണ്ട് കൂട്ടരെ. സെൽഫികൾ അത് സൗദിയിൽ മാത്രം ഉണ്ട്. പോയത് സൗദി അറേബ്യയോട്, മക്കയോട്, മദീനയോട്, സൗദിനോടൊക്കെ പുച്ഛം വെക്കുന്നവരോട് പലപ്പോഴും നിങ്ങൾ നോക്ക്. ഇപ്പൊ കഴിഞ്ഞ എന്റെ കയ്യിൽ പ്രബോധനമുണ്ട്, കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചത്തെ. അതിൽ പറയുന്നത് സെൽഫിസം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത്, സെൽഫിസം സൗദി അറേബ്യ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത്, പിന്നെ കൊങ്കിണിന്ന് ഇറങ്ങേണ്ടത്. ഇസ്ലാം എവിടെ? ഞാൻ ചോദിക്കണം, മക്കയും മദീനയും എവിടെയാന്നപ്പം വിചാരിച്ചത്? തമിഴ്നാട്ടിലാന്നപ്പം നിങ്ങൾ വിചാരിച്ചത്? മക്കയും മദീനയും സ്ഥിതി ചെയ്യുന്ന മുസ്ലിമീങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് സൗദി. അതിനോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടാവും. കാരണം നിങ്ങൾ ഷിയാക്കളുടെ പാരമ്പര്യം ഉൾക്കൊണ്ടവരാണ്. ഷിയാക്കളുടെ പാരമ്പര്യം ഉൾക്കൊണ്ടവരോട് ഹറമിനോട് വലിയ ഇഷ്ട പൂതിയ ചിട്ട പോണ് അല്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെയും അബൂബക്കർ സിദ്ദീഖിന്റെയും ഖബർ മാന്തി പുറത്തേക്ക് ഞങ്ങൾ വലിച്ചെറിയുന്ന പറഞ്ഞാലാണ് ആര്? ഷിയാക്കൾ. അതുകൊണ്ട് സൗദി പറയുമ്പോൾ ഓലിക്ക് കല്യാണ്. ഓല ആശയം സ്വീകരിച്ച ഏതൊരുത്തനും സൗദിയോട് വെറുപ്പുണ്ടാവും. അതിന് ബേജാറ് ഇടുകാരിയല്ല. പക്ഷെ സുഹൃത്തുക്കളെ, വളരെ ഗൗരവമായി മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കും. ഇപ്പൊ നമ്മൾ പറയണേ ഞാൻ സെൽഫികളാണെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ സഹാബത്തിന്റെ വഴിയിലാണെന്നല്ലേ? സഹാബത്ത് എവിടെയാ ജീവിച്ചേ? ഈജിപ്തില ആണോ? മലേഷ്യയില, ഓസ്ട്രേലിയയില, ലണ്ടനില, ബ്രിട്ടനില, അല്ല മദീനയില്, മക്കത്ത്. സംശയമല്ലോ. മക്കയിൽ ജീവിച്ചു, അവിടെ ബുദ്ധിമുട്ടായപ്പോ അവർ മദീനയിൽ പോയി. അവിടെ ഒരു ഇസ്ലാമിക സമൂഹമായി ജീവിച്ചു. ആ മദീനയിൽ ജീവിച്ച അൻസാറുകളുടെയും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ മുഹാജിറുകളുടെയും കൂട്ടായ്മ, അതാണല്ലോ സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ വഴി ആർ കൃത്യമായി സ്വീകരിച്ചോ, അതൊരു വ്യക്തിയാണെങ്കിൽ നീ ഒറ്റക്കാണെങ്കിലും, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ വാക്ക, നീയാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, നീയാണ് സലഫി. ഈ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞ ഇതാണ്. ഏത്? മഹാനായ ഷെയ്ഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താ? തന്റെ ഗുന്നിയ്യത്തു താലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗുന്നിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്ന എന്താണ്? ഫഅലൽ മുഅ്മിനി ഇത്തിബാഉസ് സുന്ന വൽ ജമാഅ. അല്ലേ? സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധ ബാധ്യതയാണ് സുന്നത്ത് ജമാഅത്ത് പിന്തുടരുക എന്ന്. ഏതാണ് സുന്നത്ത് ജമാഅത്ത്? അസ്സുന്നത്തു മാ സല്ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ, ആ റസൂലിന്റെ സുന്നത്ത്, സഹാബത്തിന്റെ സുന്നത്ത്, അത് പിന്തുടരുക. നിങ്ങളൊക്കെ പ്രബോധനം പറയാണ്. സെൽഫികൾക്കുള്ള ഒരു തകരാറ്, നബി എന്ത് പറഞ്ഞു അതുപോലെ അനുസരിച്ചാകും. പ്രബോധനം കഴിഞ്ഞ ആഴ്ച എഴുതിയാ ഞാൻ നിങ്ങൾക്ക് വായിച്ച് ഏൽപ്പിച്ചരാ. സഹാബത്ത് എന്താണോ ചെയ്ത് അതൊരു ചെയ്ത് കളയും. ആര്? സെൽഫികൾ. പിന്നെ ആര് ചെയ്ത പോലെ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ചു. പ്രബോധനം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ചെയ്തൊരു പുസ്തകത്തിൽ പറയാണ് സെൽഫികളുടെ ഒരു ദൂഷ്യം. ഒരു നബീനെയും സഹാബത്തിനെയും സ്വീകരിച്ച് കളയുന്നു. പിന്നെ ആരെ നമ്മൾ അനുസരിക്കണ്ടേ? മുസൽമാനെ, ഇത് പ്രബോധനം അറിയുന്ന ഒരു സാധനം. എന്ത് പ്രബോധനോ? എന്താ പ്രബോധനം ചെയ്യണത്? ഇസ്ലാമല്ലോ. അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രബോധനം വാരിക. ഈ വാരിക എന്ത് പ്രബോധനം ചെയ്യുന്നു? ഷിയായിസം പ്രബോധനം ചെയ്യുന്നു, ഇഖ്വാനിസം പ്രബോധനം ചെയ്യുന്നു, സയ്യിദ് ഖുത്ബിന്റെ ആശയം പ്രബോധനം ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ആശയമല്ല, മുഹമ്മദ് നബിയുടെ ആശയമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാന് സുഹൃത്തുക്കളെ, ഇതിൽ ഓരോ സംഗതികൾ നമ്മൾ വായിച്ചു പോയാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. എന്താ അത് ബോധ്യപ്പെടുക? എന്താ പറയുന്നത്? ഇവരുടെ ഒരു പ്രത്യേകത, ഇവർ നോക്കൂ, ഞാനൊരു ഭാഗം വായിച്ചു തരാം. ഇത് എഴുതിയത് നിങ്ങൾ നോക്കൂ, സദറുദ്ദീൻ വായക്കാട് എഴുതിയ ലേഖനമാണ്. ഇതൊന്നും ആരുടെ പേരിലും കുതിര കയറലല്ല. എന്താ ഇവരുടെ പ്രത്യേകത? ഇവരുടെ പ്രത്യേകത ഇസ്ലാമിക, നോക്കൂ ഒരു കാര്യം, ഹദീസിൽ പറഞ്ഞ നബിയുടെയും സഹാബികളുടെയും ജീവിത രീതികൾ അപ്പടി പകർത്തുക എന്നിവയാണ് ഇതിന്റെ പ്രാഥമിക പ്രശ്നങ്ങൾ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? കേരളത്തിലെ പ്രശ്നം എന്താണ്? സെലഫികളുടെ പ്രശ്നം എന്താണ്? നബി പറഞ്ഞാൽ അവർ അപ്പടി അനുസരിക്കും. രണ്ട്, സഹാബത്ത് പറയുന്നവർ അപ്പടി അനുസരിക്കും. ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഞാനത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറഞ്ഞിരിക്കും, സമയക്കുറവുണ്ട്. നബിയും സഹാബത്തും പറഞ്ഞതിനെ സ്വീകരിക്കണം എന്നാണോ അള്ളാഹ് പറഞ്ഞത്? തള്ളിക്കളയണം എന്നാണോ പറഞ്ഞത്? എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? രണ്ടേ രണ്ട് വചനം, സുപരിചിതമായ രണ്ടേ രണ്ട് വചനം. ഒരുപാട് വചനങ്ങളുണ്ട്. രണ്ട് വചനങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. അല്ല എന്താ നമ്മളോട് ആവശ്യപ്പെടുന്നത്? പടച്ചോനെ എന്താ? ഇപ്പൊ മുസ്ലിയാരങ്ങാടി ആയാലും, കൊണ്ടോട്ടി ആയാലും, തലശ്ശേരി ആയാലും, എടവണ്ണയായാലും, കിനാലൂരായാലും,
അല്ല എന്താ പറഞ്ഞത്? എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഖുർആനാണ് ഞാൻ പറയുന്നത്. ഇത് വിമർശനമല്ല. ഞാനിപ്പോൾ ആധുനിക ജമാഅത്തെ ഇസ്ലാമിക്കാരെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പാവപ്പെട്ടവരെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, സോൾഡായിട്ട് യുവാക്കളെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. സത്യം. നിങ്ങൾ ഇന്ന് തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെ വിമർശിച്ചു എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഇതിന്റെ ഗുരുതരമായ ഒരു അപകടം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഗുരുതരമായ അപകടം നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. എന്താ ഗുരുതരമായ അപകടം? നോക്കൂ, വിശുദ്ധ ഖുർആനെയാണ് നിഷേധിക്കുന്നത്, ഹദീസിനെ അല്ല നിഷേധിക്കുക. അക്ഷരാർത്ഥത്തിൽ റസൂലിനെയും സഹാബത്തിനെയും അംഗീകരിച്ചാലേ സ്വർഗമുള്ളൂ, അല്ലെങ്കിൽ നരകത്തിലാണ് എന്ന ഖുർആനിന്റെ വാചകത്തെയാണ് ഖണ്ഡിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നങ്ങളിലെ ആദ്യത്തെ പ്രശ്നം എന്താണ്? നബി പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, അതുപോലെ മനസ്സിലാക്കി കളയും. ഇതാണ് ഇവരുടെ പ്രശ്നങ്ങളിലെ ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് നമുക്ക് പറയാനുള്ളതെന്നറിയാം? നേരത്തെ മാലിക് സലഫി പറഞ്ഞൊരു വാചകം നമ്മുടെ വകയായി മനഹജുസ് സലഫ്, അതാ നേരത്തെ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഉൻദുർനാ എന്നൊരു വാൽകഷ്ണം ഓതുമ്പോൾ, അല്ലെങ്കിൽ ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലും ഓതുമ്പോൾ, വസൽമൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്നോതുമ്പോൾ നമ്മൾ പറയും സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയോ? ഇല്ല, എന്നാ ഞങ്ങൾക്ക് വേണ്ട. സത്യത്തിൽ ഇസ്ലാമിനെ ഇപ്പം നടക്കണ ഏത്, ഇവിടെ 20 ആള് പോയാലും 250 ആള് പോയാലും ഓലപ്പോക്ക് ഈ രാജ്യത്ത് വെറുത്തുകൊണ്ടും ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഇവിടുത്തെ ജനാധിപത്യത്തെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോണെങ്കിൽ നമുക്ക് പറയാനുള്ളത് എന്ത്? അത് വളരെ പ്രധാനമാണ്. അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓല എന്തിനെ ബേസ് ചെയ്തത് പറയുന്നു. ആ വ്യാഖ്യാനം ലോകത്ത് ഇൽമുള്ള എല്ലാവരും അങ്ങനെ വ്യാഖ്യാനിച്ച ഒരാളായിരുന്നു മൗദൂദി, അങ്ങനെ വ്യാഖ്യാനിച്ച ഒരാളായിരുന്നു സയ്യിദ് ഖുത്ബ്. അതിനെ ഫഹ്മി ഉബൈദി വരെ, യൂസുഫ് ഖർലാവി വരെ മൗദൂദിയുടെ ഈ വിശദീകരണത്തെ ഈ സയ്യിദ് ഖുത്ബിന്റെ കാടുകയറലിനെയും നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ കാലം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നത് സെലഫികളുടെ ഒരു പുസ്തകം എടുത്ത് വെച്ചിട്ട് ഇതിൽ തീവ്രവാദം ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയില്ല. സെലഫികളുടെ ഒരു പ്രസംഗം എടുത്ത് വെച്ചിട്ട് അതിൽ തീവ്രവാദം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കേരളത്തിലെ ഒരു ജനപദവും അത് പറയില്ല. പിന്നെന്താ? നമ്മുടെ കയ്യിൽ മീഡിയ ഇല്ല, നമ്മുടെ കയ്യിൽ പത്രങ്ങളില്ല. അപ്പപ്പോ വരുന്ന പ്രചരണങ്ങൾക്ക് അപ്പപ്പോ എല്ലാ സ്ഥലത്തെയും ജനങ്ങളുടെ തെറ്റിദ്ധാരണ തിരുത്താൻ കഴിയില്ല. ഇൻഷാ അല്ലാഹ് പടയോട്ടം നടത്തും നമ്മള്. ഇൻഷാ അല്ലാഹ് അതിന്റെ ജൈത്രയാത്ര നടത്തും നമ്മള്. എപ്പങ്ങനെ നടത്തി? നമ്മൾ ജിന്നുകളാന്ന് പറഞ്ഞു. അള്ളാഹു ഇൻസൈറ്റ് സൃഷ്ടിച്ച നമ്മളെ ജിന്നിന് ഈ പ്രബോധനത്തിൽ ഇപ്പോഴും കാണാൻ നിങ്ങൾക്ക് ഇല്ല. ഏറ്റവും വലിയ നുണം തരങ്ങള് ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ഭൂരിപക്ഷവും ദമ്മാജ് സലഫിസത്തിന്റെ വക്താക്കളാണ്. എന്തൊരു വലിയ കളവാണ്! ആലോചിച്ചു, എന്തൊരു വലിയ കളവാണ്! ജിന്നുവാദികൾ എന്ന് പറയുന്നത് ആരെ കുറിച്ചാ നമുക്കറിയാം. നമ്മളെ വിളിച്ചോട്ടെ, അള്ളാഹു അതിന്റെ പേരിൽ അവർക്ക് എന്തൊരു നടപടിക്രമമാണോ കൊണ്ടുവരുന്നത്? ഹൈറ്റ് കുറഞ്ഞ അഫ്സയെ കുറിച്ച് കൈകൊണ്ട് ആംഗ്യം കാണിച്ചിട്ടേ ഉള്ളൂ. അഫ്സ ഹൈറ്റ് കുറഞ്ഞവളായിരുന്നു, പച്ച പരമാർത്ഥമായിരുന്നു. എന്നിട്ട് പോലും അള്ളാഹ് സൃഷ്ടിച്ച ഒരു ഇൻസിന് ഹൈറ്റ് കുറവാണ്, സത്യമാണത്. എന്നിട്ട് പോലും അത് കടലിൽ കലക്കിയ കടലിൽ കേടിരുന്ന വാതകാണ്. എങ്കിൽ അള്ളാഹ് ഇൻസായി സൃഷ്ടിച്ച ഒരു വർഗത്തെ അള്ളാഹ് ജിന്നായി സൃഷ്ടിച്ച ഒരു വർഗവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അതിന്റെ ശിക്ഷയും അതിന്റെ ഗുണവും അത് പറയുക വഴി ഉണ്ടാകുന്ന മാനസികമായ അവസ്ഥയും അവർ അള്ളാഹുമായി കണ്ടുമുട്ടുമ്പോൾ ബോധിപ്പിച്ചു കൊള്ളട്ടെ. ഞാൻ പറയുന്നത് കളവ് പറയരുത്. ولا يجرمنكم شنآن قوم ألا تعدلوا اعدلوا هو أقرب للتقوى. ഒരു വിഭാഗത്തോടുള്ള ഈർഷ്യത, അവരോട് അനീതി പ്രവർത്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ.